ശരിക്കും എന്താണ് സംഭവിച്ചത്? മുനമ്പ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു ലീഗൽ ഡിസ്പ്യൂട്ടാണ്. അത് കോടതി ഇടപെട്ടിട്ടുള്ളതാണ്. മുമ്പേ തന്നെ നിയമപരമായിട്ട് അത് കോടതിയിൽ ഇടപെടുകയും പല തീരുമാനങ്ങൾ വരികയും അതുപോലെ തന്നെ റവന്യൂ റെക്കോർഡുകളിൽ കൃത്യമായിട്ടുള്ള റെക്കോർഡുകളിലൊക്കെ ആയിട്ടുള്ള ഒരു ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. അതിൽ തർക്കം എന്ന് വെച്ചാൽ ആ ഒരു നിയമപരമായ ഇഷ്യൂ എന്തുകൊണ്ട് എന്താകുന്നു, അത് കോർട്ടിന് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ചോദ്യം. അത് എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നു ഈ കോർട്ടിന് പ്രശ്നം പുറത്തേക്ക്? എന്ന് തുടങ്ങിയതാ മുനമ്പത്തിന്റെ issue? മുനമ്പ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ മുമ്പേ ഉള്ള ഒരു അതായത് അത് സേട്ട് എന്ന് പറയുന്ന ആള് പിന്നെ അത് 50കളിൽ 48 50ലാണ് എന്താക്കുന്നത് വഖഫാക്കിയിട്ട് ആധാരം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം 60കളിലൊക്കെ എന്തൊക്കെയോ വിഷയം ഉണ്ടാവുകയും അങ്ങനെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ അന്ന് കേരള സർക്കാരിലുള്ള നിയമസഭയിലുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടല്ലോ, അത് വഖഫ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ നിയമപരമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു കോർട്ടിന്റെ കീഴിലുള്ള കോർട്ട് നടത്തിക്കൊണ്ടുപോകുന്ന ഒരു വഖഫുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടാണ്. അതിൽ ഏത് പാർട്ടികളും കോടതികളിൽ പോയിട്ട് അവരുടെ വാദം പറയുകയും അതിലെന്താക്കുകയും ചെയ്യുക, ആ പ്രോപ്പർട്ടി ക്ലെയിം അവർക്കുണ്ടെങ്കിൽ അത് തെളിയിക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഈ legal അതിൽ dispute തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താക്കേണ്ടിയില്ല. കാരണം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ, ഡോക്യുമെന്റ്സുകൾ ഇതൊക്കെ എന്താക്കുകയും ചെയ്യും, വിശകലനം ചെയ്യപ്പെടുകയും ഒരു തീരുമാനം കിട്ടുകയും ചെയ്യും. ഇത് മറ്റൊരാളുടെ മുതലാണെങ്കിൽ അതൊരിക്കലും എന്താവില്ല, വഖഫായിട്ട് മാറൂലല്ലോ. കാരണം വഖഫ് ആവണമെങ്കിൽ ശരീഅത്ത് പ്രകാരവും ഇന്ത്യൻ നിയമപ്രകാരവും ഒക്കെ അതിലെന്താണ് അയാളുടെ പ്രോപ്പർട്ടി സേട്ടിന്റെ പ്രോപ്പർട്ടി ആയിരിക്കണം. Okay. അതാവുമ്പോൾ മാത്രമേ എന്താകുള്ളൂ, അയാൾക്ക് രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ. അതാകുള്ളൂ. എന്നാൽ കോടതികളിലും അല്ലെങ്കിൽ കമ്മിറ്റി റിപ്പോർട്ട്, നിസാർ കമ്മിറ്റി റിപ്പോർട്ടുകളിലും അതുപോലുള്ള മറ്റു റെക്കോർഡുകളിലും ഒന്നും എന്തില്ല, ഇത് വഖഫാണെന്നതിൽ യാതൊരു സംശയവും എന്താകുന്നില്ല, നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പൊ ഇതിലുള്ള വാദപ്രതിവാദങ്ങൾ തന്നെ ഈ കോടതിയിൽ തന്നെ കേസ് ചലിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായല്ലോ. അതായത് ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ മാത്രമല്ല, മുനമ്പത്ത് മാത്രമല്ല, കർണാടകയില്, തമിഴ്നാട്ടില് ഈ ലീഗൽ ഡിസ്പ്യൂട്ടുകൾ ഭയങ്കരമായിട്ട് എന്താകുകയാണ്. ഈ വഖഫ് അമെൻമെന്റിന്റെ ബില്ലിന്റെ സാഹചര്യത്തിൽ എന്താകുകയാണ്, അത് ഭയങ്കരമായിട്ട് പബ്ലിക്കിൽ ഇട്ടിട്ട് എന്താക്കുകയും അലക്കുകയും അതിലൂടെ ചില താല്പര്യർ, അതായത് പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ആകുമ്പോൾ അതിലെങ്ങനെയായാലും എന്തുണ്ടാവും, ആ ഡിസ്പ്യൂട്ടിലുള്ള കമ്മിറ്റി വ്യത്യസ്ത ടീമുകൾക്ക് എന്തുണ്ടാവും, വ്യത്യസ്ത താല്പര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത് പബ്ലിക്കിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിൽ എന്തെങ്കിലും മെച്ചം ഉണ്ടാവാന്ന് ചില ടീമുകൾ വിചാരിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, ഈ വഖഫ് അമെൻമെന്റിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിങ്ങൾ എന്തോ ഒരു വഖഫ് ബോർഡ് എന്നൊക്കെ ഉള്ളത് എന്തോ ഒരു ഭീകരരൂപമായിട്ട് എന്താക്കുന്നുണ്ട്. ആ വഖഫ് ബോർഡിന് ഒരു ഭീകരരൂപിയായിട്ട് എന്താക്കുന്നുണ്ട്, പ്രൊജക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമുണ്ട്. അപ്പോൾ ഇത്തരം ഡിസ്പ്യൂട്ടുകൾക്കൊക്കെ ഭയങ്കര വാർത്താമൂല്യവും ചർച്ചാ പ്രാധാന്യവും ഒക്കെ എന്താകാണ് കിട്ടിവരികയാണ്. അല്ലാതെ എല്ലാ പ്രോപ്പർട്ടിയും, ദേവസ്വം പ്രോപ്പർട്ടി ആയാലും ചർച്ച് പ്രോപ്പർട്ടി ആയാലും ഇനിയിപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെങ്കിലും എന്തുണ്ട്, കട്ടമാനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനായിട്ടുള്ള ലീഗൽ ഡിസ്പ്യൂട്ടുകളിൽ കോടതികളിൽ നടക്കുന്നുണ്ട്. അത് കോടതികൾ പരിഹരിക്കട്ടെ. അതിൽ കോടതികളിൽ എന്താകട്ടെ, ഓരോ കക്ഷികളും തീരുമാനങ്ങൾ എന്താകട്ടെ, അവരുടേതായിട്ടുള്ള തെളിവുകളും ഇതും എന്താകട്ടെ കൊണ്ടുവെക്കട്ടെ, പരിഹരിക്കട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുക. പക്ഷെ ഇത് ഇപ്പോൾ എന്താകുന്നത്, എല്ലാം പബ്ലിക്കിലേക്ക് വരികയും ഭയങ്കര ചർച്ച നേടുകയും ചെയ്യുന്നത് അത് ഒരു സ്വാഭാവികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു നിമിത്തം പോലെ സംഭവിക്കുന്നതല്ല. അത് കൃത്യമായിട്ട് ആസൂത്രണത്തോടു കൂടി പ്രത്യേകിച്ച് അമെൻമെന്റ് ബില്ലിന്റെ പശ്ചാത്തലത്തിൽ കൂടി എന്താകുകയാണ് ഉണ്ടാക്കപ്പെടുന്ന ഇഷ്യൂകളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ന്യൂസിന്റെ കടിയിൽ കമന്റ്സ് ഇട്ട് നോക്കിയാൽ മതി, ഇവിടെയാണ് എന്താണ് അമൻ ബില്ലിന്റെ ആവശ്യം വരുന്നത്. നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഈ എന്താ വിഷയം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോ കറന്റ്ലി ലേറ്റസ്റ്റ് ഭയങ്കര കത്തിക്കൊണ്ടിരിക്കണല്ലോ. അപ്പൊ ന്യൂസ് ചാനൽസിൽ എങ്ങനെയാണ് ഇത് വരുന്നത്, ഇതേപോലെ തന്നെ യൂട്യൂബ് ചാനൽസിൽ എങ്ങനെയാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ള സാധനങ്ങൾ, ഇതിന്റെ തംബ്നെയിലുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മളിങ്ങനെ വെറുതെ നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ചില്ലറ മിസ്കൺസെപ്ഷൻ ഒന്നല്ല അത്. അതിനപ്പുറം പോയിട്ട് ഭയങ്കര പച്ച നുണകളും പച്ച കള്ളങ്ങളും ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, ആളുകൾക്കിടയിൽ ഹെയ്റ്റ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭയങ്കര ഉദ്ദേശിക്കുന്നത് അതിന്റെ നേരെ വിപരീതമായിട്ടാണ് പറയുന്നതെന്ന്.